എത്രയും ബഹുമാനപ്പെട്ട വന്യപിതാവേ, അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനു മുൻപത്തേക്കാൾ അധികം ആഗ്രഹവും തീഷ്ണതയും തോന്നുന്നുണ്ട്. മൗനവും ഏകാന്തതയും പാലിക്കുന്നതിന് നല്ല താൽപ്പര്യവുമുണ്ട്. എത്ര ജോലിയുണ്ടായാലും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നതിനും സ്നേഹപ്രകരണം ചൊല്ലുന്നതിനും യാതൊരു പ്രയാസവുമില്ല. കീഴ്വഴക്കത്തിനടുത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിന് എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷവും തൃപ്തിയുമാകുന്നു. മനസ്സിന് വിരോധമായ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവസഹായത്താൽ ജയിക്കുന്നതിനും അവിടുത്തെ പ്രതി സഹിക്കുന്നതിനും പരിശുദ്ധ അമ്മ നല്ല ധൈര്യവും സന്തോഷവും തരുന്നുണ്ട്. അമ്പഴക്കാട്ടുവെച്ച് 6 ദിവസം കുറച്ച് ക്ഷീണവും നിത്യം ചെയ്യുന്ന പ്രവർത്തികളിൽ അല്പം മടിയുമുണ്ടായി. ദൈവാനുഗ്രഹത്താൽ പതിവായി ചെയ്തുവരുന്ന പ്രവർത്തികൾ ഒന്നും മുടങ്ങിയില്ല. ശേഷമൊക്കെയും പ്രിയ അപ്പനെ അറിയിച്ചിട്ടുള്ളതുപോലെ തന്നെയാകുന്നു. എനിക്കിപ്പോൾ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് മുൻപത്തേക്കാൾ അധികം ആഗ്രഹമുണ്ട്. പിതാവ് തന്നെ എല്ലാം കൽപ്പിച്ച് നിശ്ചയിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ നടക്കേണ്ട വഴിയും പുണ്യപൂർണതയ്ക്കായി ചെയ്യേണ്ട പ്രവൃത്തികളും എന്നെ അറിയിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒരു മറുപടി എനിക്ക് അനുഗ്രഹമായി അയച്ചു തരണമേ. മറക്കല്ലേ പിതാവേ, എന്നെ മുഴുവനും പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ എത്ര അകലെയായാലും അരൂപിയിൽ എല്ലായ്പ്പോഴും എൻ്റെ സ്നേഹമുള്ള അപ്പനോടുകൂടെ ഈ മകളുണ്ടായിരിക്കും. സ്നേഹ അപ്പനും ഈ അയോഗ്യ മകളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ശരണപ്പെടുന്നു. പ്രിയ അപ്പൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാക്കളുടെ രക്ഷയ്ക്കായി ചെയ്യുന്ന അനവധി ജോലികളിലും ഈ അയോഗ്യ മകൾ അപേക്ഷ വഴി സഹായിക്കുന്നതിന് ഒരുങ്ങിയിരിക്കുന്നു. ഇതല്ലാതെ പാവപ്പെട്ട ഈ മകൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് അങ്ങേക്ക് നല്ലപോലെ അറിയാമല്ലോ. പ്രിയ പിതാവിൻ്റെ എരിവുള്ള അപേക്ഷകളിലും പ്രത്യേകം ദിവ്യപൂജയിലും ഈ അയോഗ്യ മകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ ഗുണദോഷത്തിന് തക്കവണ്ണം നടക്കാതെയും ദൈവത്തിരുമുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതും ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതുമായ തിരുവചനവും ദൈവസ്വരവും വേണ്ട പോലെ അനുസരിക്കാതെയും ഇരുന്നിട്ടുണ്ട്. എൻ്റെ മന്ദജീവിതത്താലും ക്രമക്കേടുകളാലും മറ്റു പലതരത്തിലും നന്ദികെട്ട ഈ മകൾ പിതാവിൻ്റെ ഹൃദയത്തെ വളരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ സ്നേഹം നിറഞ്ഞ അപ്പനോട് താഴ്മയോടുകൂടി പൊറുതി അപേക്ഷിക്കുന്നു. എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് പ്രിയ അപ്പൻ അറിയിച്ചു തരണമേ. സ്നേഹ അപ്പനിൽ നിന്ന് എണ്ണമില്ലാത്ത ഉപകാരങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഒരു മകളായ ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടു? ഒന്നും പറഞ്ഞാൽ മതിയാവുകയില്ല. എങ്കിലും ഈ അവസരത്തിൽ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഉപകാരസ്മരണ പറയുന്നു. സ്നേഹ അപ്പൻ തന്നെ എൻ്റെ ആത്മകാര്യവും മറ്റും ഇതുവരെ നടത്തിത്തന്നതിനെക്കുറിച്ചും ഇനിയും നടത്താനിരിക്കുന്നതിനെക്കുറിച്ചും വളരെ സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനാൽ വളരെ ജ്ഞാനഫലം എൻ്റെ ആത്മാവിനുണ്ടായിട്ടുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല. പിതാവേ, എന്നേക്കാളെല്ലാം കൊണ്ടും വളരെ നല്ല മക്കൾ പിതാവിനുണ്ട്. എങ്കിലും ഈ അയോഗ്യ മകളെ മറക്കരുതേ. ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലവരും തടസ്സം പറയുമായിരിക്കും. അത് സാരമില്ല. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മുൻപാകെ 2 കാര്യങ്ങൾ അമ്മയുടെ തിരുഹൃദയം വഴിയായി നല്ല ഈശോയ്ക്ക് ബലിയായി കാഴ്ചകൊടുത്തു. എല്ലാം വിശുദ്ധ കുരിശിൻ്റെ താഴെ വെച്ചു. കുറേ സങ്കടം എൻ്റെ ബലഹീനതയാൽ വന്നു. എങ്കിലും അതിനെ ഞാൻ ജയിച്ചു പിതാവേ. എഴുതിയാൽ തീരുകയില്ല. നിർത്തട്ടെ. കാണാൻ കഴിയുകയില്ലെങ്കിലും എഴുതാമല്ലോ, അല്ലേ? വിശുദ്ധ യോഹന്നാൻ മാംദാനെ അനുഗമിച്ച് ഈ പുണ്യം പ്രാപിക്കാൻ ഇടവരുത്തി തരണമേ. പിതാവേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഇത് സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഇത് ഞാൻ ചെയ്യുന്നതിന് എൻ്റെ സ്നേഹ അപ്പൻ അനുവദിക്കുകയും ഹൃദയപൂർവ്വം ആശീർവദിക്കുകയും ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അമ്പഴക്കാട്ട് ചെന്നാൽ എഴുതുന്നതിന് കുറച്ച് വരെയുള്ള കടലാസും കവറുകളും തരണമേ. ഈ എഴുത്ത് ആരെയും കാണിക്കാതെ കീറിക്കളയണമേ. കുമ്പസാരത്തിൻ്റെ കാര്യം ഞാൻ അറിയിച്ചത് അമ്പഴക്കാട് കപ്ലോനച്ഛനെയും മറ്റാരെയും അറിയിക്കല്ലേ. രഹസ്യം കാക്കണമേ. അവിടുത്തെ ബഹുമാന ശ്രേഷ്ഠത്തിയമ്മയ്ക്ക് എഴുതിയാൽ മതി. ശ്രേഷ്ഠത്തിയമ്മയ്ക്ക് ഇപ്പോൾ പനിയാണ്. ബഹുമാനപ്പെട്ട
കപ്ലോനച്ഛനോടുകൂടെ യാത്ര പോകുന്നതല്ലേ നല്ലത്? ഒന്ന് കുമ്പസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇതിനു മറുപടി തന്നില്ലെങ്കിൽ എനിക്ക് ദുഃഖമുണ്ടാവും. സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇന്ന് അയോഗ്യമകളും ശുശ്രൂഷയുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ.